അപ്പോൾ അത്തരത്തിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കാര്യത്തിലായിക്കഴിഞ്ഞാലും പൊരുതി നേടണം. നമ്മൾ വെറുതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അത് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ ജോലി നേടണം. ആ ജോലി നേടാൻ ആരാണോ തടസ്സം നിൽക്കുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മൾ പൊരുത്തുക, പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്കെല്ലാം വേണം. ഞാൻ എന്നും പറയാറുള്ള പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിന് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ വരച്ച വരയിൽ നമ്മൾ നിൽക്കുന്നത്, അല്ലേ? നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബമാണ്. പക്ഷേ അതിൻ്റെ ഒക്കെ എന്ത് വേണം? നമുക്ക് മക്കൾ വേണം, ഹസ്ബൻഡ് വേണം, നമുക്ക് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും വേണം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ എല്ലാവരും വേണ്ട പോലെ തന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് നമ്മളെ വ്യക്തിത്വം എന്നുള്ളതുണ്ട്, നമ്മുടെ ഒരു സ്വാതന്ത്ര്യം എന്നുള്ളതുണ്ട്. അതിനൊന്ന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, ഒന്നിനുമല്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതിന് സ്വയം പ്രാപ്തി വരുത്തുക ഏതൊരു സ്ത്രീയും എന്നുള്ളതാണ്. പല പല കാര്യങ്ങളിലും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല. അത് എത്ര കാലം പുരോഗമിച്ച് കഴിഞ്ഞാലും സ്ത്രീക്ക് സ്വാതന്ത്ര്യം കുറവ് തന്നെയാണ്. അത് നമ്മൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം എന്ത് നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷൻ നേടിയ സ്ത്രീകളുണ്ടാവും. അവരുടെ ഭർത്താക്കന്മാർ ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. എന്നാലും പുരുഷൻ എന്ന ഒരു മേധാവിത്വമാണ് അവിടെ കാണുന്നത്. പുരുഷനാണ് എന്നൊരു മേധാവിത്വമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ പുരുഷനാണ് അവിടെ സ്ഥാനം വരുന്നത്. അപ്പം നമുക്ക് എല്ലാവരോടും ബഹുമാനം, നമ്മുടെ ഹസ്ബൻഡിനെ ബഹുമാനിക്കും, അവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കും, എല്ലാം വേണം. പക്ഷേ മക്കളെ പാട്ടിന്, മക്കളെ വളർത്തി ഉണ്ടാക്കിയിട്ട് മക്കളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെ പാട്ടിന് പോയി. ഹസ്ബൻഡ് ആയിക്കഴിഞ്ഞാലും ഒരു നേരമെങ്കിലും മുഖം കറുപ്പിച്ച് നമ്മളോട് എല്ലാ നേരവും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളോട് മുഖം കറുപ്പിച്ച് ഓരോ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ ഒരാൾക്കും ബാധ്യതയാവാതെ ജീവിക്കുക എന്നുള്ളതാണ്. ആരോഗ്യമുള്ള കാലം നമ്മൾ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത്, നമ്മളാൽ കഴിയുന്ന തൊഴിൽ ചെയ്ത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു വഴക്കിനോ വക്കണത്തിനൊന്നും പോവാണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കുക. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇനിയിപ്പം ചോദിക്കും നീ എന്താടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വയം പ്രാപ്തി വരുത്തുക. അതിലുപരി നമ്മൾ സ്വയം പ്രാപ്തി വരുത്തിക്കൊണ്ട് നമ്മൾ നമ്മളെ ഇഷ്ടങ്ങൾ നേടിയെടുക്കുക. നല്ല രീതിയിലുള്ള ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ നമുക്ക് ഒരു വ്യക്തികൾക്ക് ഉണ്ടാവില്ല. ഇപ്പം എങ്ങനെ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ കൺട്രീസിൽ പോവുക, നമുക്ക് ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? ഓരോ രാജ്യം കാണുക, ഓരോ ഫുഡ് കഴിക്കുക. ചിലർക്ക്